നമുക്കിന്നൊരു ഇപ്പി നൂഡിൽസിൻ്റെ റെസിപ്പി കണ്ടാലോ? അതിനായിട്ട് ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ 3 പാക്കറ്റ് ഇപ്പി നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഇടുന്നവർക്ക് അങ്ങനെ ഫുള്ളായിട്ടും ഇടാം. ഞാനിപ്പോൾ ഈ ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇട്ടിട്ടുള്ളത്. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. എന്നിട്ട് ആ വെള്ളമൊക്കെ മാറ്റി നമുക്ക് നൂഡിൽസ് മാത്രമായിട്ട് ഫിൽറ്റർ ചെയ്ത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് സെയിം കടായി തന്നെ ഇപ്പോൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും ഒരു പകുതി ക്യാരറ്റോളം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേനും ഇതൊന്നും നന്നായിട്ട് വേവിക്കരുത്, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോഴത്തേനും നമുക്കൊരു 3 ബീൻസ് 3 എണ്ണം മതി. 3 ബീൻസ് 2-3 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു പകുതി തക്കാളി കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കണം. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. അതായത് 3 പാക്കറ്റ് നമ്മൾ ഇപ്പോൾ ഈ നൂഡിൽസ് എടുക്കുമ്പോഴത്തേനും 3 മുട്ട എടുക്കുക. അതായത് ഒരു പാക്കറ്റിന് 1 മുട്ട എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒഴിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്ത് നമുക്കെടുക്കാം. ഇപ്പോൾ 3 മുട്ടയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഈ വെജിറ്റബിൾസും എഗ്ഗും ചേർന്ന് വരുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിരുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാക്കറ്റിൽ തന്നെ കാണുന്ന മസാല പാക്കറ്റ്സ് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇപ്പം 3 പാക്കറ്റ് എടുത്തിട്ടുള്ളതുകൊണ്ട് 3 പാക്കറ്റിനകത്തും മസാലപ്പൊടികൾ കാണും. അത് ഓരോന്നായിട്ട് പൊട്ടിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസിൻ്റെ എല്ലാ വശത്തോട്ടും ഈ മസാലപ്പൊടികൾ വീഴുന്ന രീതിക്ക് നന്നായിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നൂഡിൽസ് ഫുള്ള് ഈ മസാല കോട്ട് ചെയ്ത് ഇരിക്കണം. എന്നാലേ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി മേളിൽ ഒഴിച്ചു കൊടുക്കാം. അതായത് ഒരു 1/2 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയായിരിക്കും ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വേറെ ടേസ്റ്റ് ഒന്നും വരത്തില്ല. അതായത് വെളിച്ചെണ്ണയുടെ ആ കുത്തലോ ആ ഒരു ടേസ്റ്റ് ഒന്നും സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണത്തില്ല. നമുക്ക് നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ടേസ്റ്റുള്ള ഇപ്പി നൂഡിൽസ് ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.